മാധ്യമങ്ങളെ പുച്ഛിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് തുടരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പ്രതികരിച്ച് കേരള പത്രപ്രവർത്തക യൂണിയനും എത്തി. സിനിമയിലെ ആക്ഷൻ ഹീറോ പരിവേഷത്തിൻ്റെ കെട്ടുവിടാതെ ജനപ്രതിനിധിയായ സുരേഷ് ഗോപി രാഷ്ട്രീയ കോമാളിയായി അതിവേഗം വേഷപ്പകർച്ച നടത്തുകയാണെന്നും യൂണിയൻ വ്യക്തമായി പറഞ്ഞു. ജനാധിപത്യം എന്തെന്നറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവും മാധ്യമങ്ങളെ ഇങ്ങനെ അവഹേളിച്ച് സംസാരിക്കാൻ മുതിരില്ലെന്നും ഇനിയും തരം താഴരുതെന്നും മാത്രമേ അദ്ദേഹത്തോട് പറയാനുള്ളൂവെന്നും യൂണിയൻ പറഞ്ഞു. ഒരു കേന്ദ്ര മന്ത്രിയായിട്ടും പക്വത ആർജിക്കാനോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് സംയമനത്തോടെ പ്രതികരിക്കാനോ കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ പൊതുബോധമില്ലായ്മയാണ് വ്യക്തമാക്കുന്നതെന്നും യൂണിയൻ പറഞ്ഞു. നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത്? ബി കെയർഫുൾ, സൗകര്യമില്ല പറയാൻ. ഇങ്ങനെയായിരുന്നു ഇന്നലെ മന്ത്രിയുടെ പ്രകടനം. ജനങ്ങളാണ് എല്ലാറ്റിനും മുകളിലെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി നടത്തുന്നത് അതേ ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണെന്നും പത്രപ്രവർത്തക യൂണിയൻ പറഞ്ഞു. അതേപോലെ പാർലമെൻറ്റിൽ ചർച്ചയ്ക്കിടെ മുന്നയെന്നും യൂദാസ് എന്നും പരാമർശിച്ചത് സുരേഷ് ഗോപിയെക്കുറിച്ചല്ലെന്ന് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് MP പറയുന്നത്. രാഷ്ട്രീയ പ്രസംഗത്തിനിടെ ഉപമകളും ചേർക്കലുകളും സ്വാഭാവികമാണ്. ആ പേരുകളെല്ലാം തന്നെക്കുറിച്ചാണെന്ന് ചിന്തിച്ച് സുരേഷ് ഗോപി ക്ഷുഭിതനായത് എന്തിനാണെന്നും അതേ സഭയിൽ മറ്റൊരു BJP മന്ത്രിയായ ജോർജ് കുര്യൻ തലയും താഴ്ത്തി ഇരുന്നുവെന്നും കൂടെ ബ്രിട്ടാസ് പറയുന്നു. തൻ്റെ തല ഉയർത്തിയാൽ താനാണ് മുന്ന എന്നാരെങ്കിലും തോന്നിയാലോ എന്നായിരിക്കും ചിലപ്പോൾ ജോർജ് കുര്യൻ ചിന്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യമുണ്ടെന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് പറയുന്നത്. ജബൽപൂരിലെ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ജോൺ ബ്രിട്ടാസിനെ പരാമർശിച്ചുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ മറുപടിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രാജീവ് ചന്ദ്രശേഖർ തന്നെ മുൻകൈയെടുത്ത് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ അദ്ദേഹത്തിന് നൽകണമെന്നും ബ്രിട്ടാസ് പറഞ്ഞു. സുരേഷ് ഗോപി പ്രകടിപ്പിക്കുന്നത് നടനകലയിലെ അദ്ദേഹത്തിൻ്റെ വൈഭവമായിരിക്കാം. പറയുന്നതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കരുത്. കാരണം അദ്ദേഹം പറയുന്നതിനെ അദ്ദേഹം പോലും സീരിയസ് ആയി എടുക്കുന്നില്ലെന്നും ബ്രിട്ടാസ് പറഞ്ഞു. കാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് ജനപ്രതിനിധികൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി സഭ്യമായിട്ട് പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നയെന്നും ജൂദാസ് എന്നുമുള്ള പരാമർശം സുരേഷ് ഗോപിയെക്കുറിച്ചാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സുരേഷ് ഗോപി എൻ്റെ ശത്രുവൊന്നുമല്ല എന്നും ജോൺ ബ്രിട്ടാസ് തന്നെ പറയുന്നുണ്ട്. പാർലമെൻറ്റിൽ ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ടും പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോടുകൂടി അദ്ദേഹം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു. ചിലപ്പോൾ അതും നടനകലയിലുള്ള വൈഭവം ആകാം. അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട്, ഉശിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കാം കാരണം. പക്ഷേ എനിക്ക് എൻ്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത് രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം താങ്കൾക്കുണ്ട് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം സമാജ്വാദി പാർട്ടി നേതാവും ആം ആദ്മി പാർട്ടി നേതാവും DMK നേതാവും പറഞ്ഞൊരു കാര്യമുണ്ട്. ജോൺ ബ്രിട്ടാസ് മുന്ന എന്നും ജൂദാസ് എന്നും 2 പേരുകളാണ് പറഞ്ഞത്. അത് ഞാനാണെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി എന്തിനാണ് എഴുന്നേറ്റത് എന്നാണ് അവർ ചോദിച്ചത്. ഞാനത് സുരേഷ് ഗോപിയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് രാഷ്ട്രീയ സംഭാഷണത്തിലെ ഭാഗമാണ്. കേരളത്തിൽ മുനമ്പത്തിന് വേണ്ടിയും ക്രൈസ്തവർക്ക് വേണ്ടിയും മുതലക്കണ്ണീർ പൊഴിക്കുന്ന BJPക്കാർ 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റെയും എമ്പുരാനിലെ മുന്നയുടെയും വേഷമാണ് അണിയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. സത്യത്തിൽ മന്ത്രി ജോർജ് കുര്യൻ അത് മനസ്സിലായിട്ടുമുണ്ട്. 51 വെട്ടിൻ്റേതടക്കമുള്ള സിനിമയുടെ കാര്യങ്ങളും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. കേരളത്തിൽ ആ സിനിമയും നിരോധിക്കണമെന്ന് ഞാൻ പറയില്ല, ഇടതുപക്ഷവും പറയില്ല. സകാത്മകമായി പറഞ്ഞാൽ രാഷ്ട്രീയ പ്രൊപ്പഗാണ്ടയുടെ ഭാഗമായി സെപ്റ്റിക് ടാങ്കിലെ 2 ചില സിനിമകൾ പോലും മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൽ കേരള സ്റ്റോറി ഉൾപ്പെടെയുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം ഇതിൽ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു എന്ന കാര്യവും മറക്കണ്ട. ഇതൊക്കെ ആവോളം ആളുകൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ കളിച്ചെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞു പോലും കണ്ടിട്ടില്ല. 51 വെട്ട് BJPക്ക് സ്വാധീനമുള്ള ഒരു ചാനലിൽ കാണിക്കട്ടെ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിൽ കാണിക്കട്ടെ. അതിനെന്തിനാണ് സുരേഷ് ഗോപി കൈരളി ചാനലിൽ കാണിക്കുമോ എന്ന് ചോദിക്കുന്നത്? ഒരുപക്ഷെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം മാറ്റിയേക്കാം. കേന്ദ്ര സഹമന്ത്രിയാണെന്നത് കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തെ ആരും ഗൗരവത്തിൽ എടുക്കരുത്. ഉത്തരേന്ത്യയിൽ പള്ളികൾ ആക്രമിക്കുമ്പോൾ ഇവിടെ അരമനയിൽ കയറി കേക്ക് വിതരണം ചെയ്യാമെങ്കിൽ അത് മുന്നമാർക്കും ജൂദാസുമാർക്കും മാത്രമല്ലേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള മുന്നമാരെയും ജൂദാസുമാരെയും ദേശീയ രാഷ്ട്രീയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് മുന്ന ഗോപി എന്ന പേര് വന്നതായി തനിക്ക് അറിയില്ലെന്നും അദ്ദേഹത്തെ താൻ മുന്ന എന്ന് ഒരിക്കലും വിളിച്ചിട്ടില്ല എന്നുമാണ് ബ്രിട്ടാസ് ഉറപ്പിച്ചു പറയുന്നത്. എന്നാൽ BJPയിൽ മുന്നമാരും ജൂദാസും ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു. പകൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്നവർ രാത്രി ബുൾഡോസറുമായി എതിരാളികളുടെ വീടുകൾ പൊളിക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണെന്നും ബ്രിട്ടാസ് പറഞ്ഞു. നമ്മുടെ ഇടയിലും ഒരുപാട് മുന്നമാരുണ്ട്. അവരെയൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ പ്രകോപിതരായി മാറുന്നത്. കാരണം അവർ എപ്പോഴും ആ മുഖംമൂടിയുടെ മറവിൽ തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്.